السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا أبي القاسم محمد خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون. صدق الله مولانا العظيم. من أحدث في أمرنا هذا ما ليس منه فهو رد. صدق رسول الله. يا من يرى مد البعوض جناحها في ظلمة الليل البهيم الأليل ويرى عروق نياطها في نحرها والمخ في تلك العظام النحلي. اغفر لعبد تاب من فرطاته ما كان منه في الزمان الأول. അർഹമുറാഹിമായ രാജസയ്യിദായ തമ്പുരാനെ, സാധുക്കളായ പാപികളായ ഞങ്ങളിൽ വന്നുപോയ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ തമ്പുരാനെ. നിന്റെ മഗ്ഫിറത്ത് കൊണ്ട് അനുഗ്രഹിക്കണേ തമ്പുരാനെ. നിന്റെ ശിക്ഷയേക്കാൾ മികച്ചു നിൽക്കുന്നത് നിന്റെ മഗ്ഫിറത്താണെന്ന് നിന്റെ ഹബീബ് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ റബ്ബേ. നിന്റെ മഗ്ഫിറത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ, കരുണയുടെ കടാക്ഷം ഞങ്ങൾക്ക് നേരെ നീ ചൊരിച്ചു തരണേ തമ്പുരാനെ. പാപങ്ങളൊക്കെ പുറത്തു തരണേ തമ്പുരാനെ. പശ്ചാത്താപ മനസ്ഥിതി ഞങ്ങൾക്ക് നീ ഒരുക്കിത്തരണേ തമ്പുരാനെ. നിഷ്കളങ്കമായ തൗബക്കുള്ള അവസരം നീ നൽകണേ തമ്പുരാനെ. നിന്റെ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ സാധുക്കളായ ഞങ്ങളെയും ഉൾപ്പെടുത്തി തരണേ തമ്പുരാനെ. അല്ലാഹുവേ, നിന്റെ സിറാത്തുൽ മുസ്തഖീമിൽ വ്യതിയാനങ്ങൾക്ക് വിധേയമാകാതെ വഴിതെറ്റാതെ മുന്നേറാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ. ബിദ്അത്തുകളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ.
നൂതന മാർഗങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ മോചിപ്പിക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നീ പരിഹരിച്ചു തരണേ അല്ലാ. സാമ്പത്തികമായ തൊഴിൽ മേഖലയിലുള്ള പ്രതിസന്ധികളെല്ലാം നീ ഞങ്ങൾക്ക് നല്ല നിലയിൽ ആക്കിത്തരണേ തമ്പുരാനെ. അള്ളാഹുവേ, ശാരീരികവും മാനസികവും ആയ പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ധാരാളം ആളുകൾ, എല്ലാം നീ അറിയുന്നവനാണ്. മനസ്സമാധാനവും ആഫിയത്തും നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്നും മരിച്ചുപോയവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. അവർക്ക് നീ ഖബറുകളിൽ സന്തോഷകരമായ ജീവിതം സജ്ജീകരിച്ചു കൊടുക്കണേ അല്ലാ. അവരെയും ഞങ്ങളെയും ഫിർദൗസിൻ്റെ അഹ്ലുകാരായി നീ ഖബൂലാക്കണേ റഹ്മാനെ. പ്രിയമുള്ളവരെ, മഹ്ശറ ലോകത്തെ ഹൗലുൽ കൗസറിനെ കുറിച്ച് ആണ് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഹൗലിങ്കലേക്ക് ആദ്യം എത്തുന്നവർ ആര് എന്ന് നാം പരിശോധിച്ചു കഴിഞ്ഞു. കഴിഞ്ഞയാഴ്ച പറഞ്ഞു തുടങ്ങിയത് മഹ്ശറയിൽ ശക്തമായ ദാഹത്തോടുകൂടെ പരിഭ്രമിച്ചുകൊണ്ട് നെട്ടോട്ടമോടുന്ന ഒരു വിഭാഗങ്ങൾ, ഓരോ വിഭാഗങ്ങൾ അവർക്കിടയിൽ ഹൃദ്യമായ ദാഹശമനി കൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്ന സത്യവിശ്വാസികൾ. മുസ്ലിമീങ്ങളിൽ നിന്നു തന്നെ, ഈ ഉമ്മത്തിൽ നിന്നു തന്നെ ഒരു വിഭാഗം പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിതരണം ചെയ്യുന്ന ആ പാനീയ തടാകത്തിങ്കലേക്ക് ഓടിച്ചെല്ലുമ്പോൾ നമ്മുടെ നേതാവ് തന്നെ ആട്ടിയോടിക്കുന്ന ഒരു ദുരവസ്ഥ. സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിച്ച ഹദീസ് കഴിഞ്ഞയാഴ്ച നാം പറഞ്ഞു. ആർക്കൊക്കെയാണ് ഹൗലുൽ കൗസർ തടയപ്പെടുക? ആ തടാകത്തിൻ്റെ കരയിൽ നിന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് ആരെയൊക്കെയാണ് ആട്ടിയോടിക്കുക? ആദ്യമായി ആട്ടിയോടിക്കപ്പെടുന്ന വിഭാഗം മുബ്തദിഉകളാണ്, ബിദ്അത്തിന്റെ വക്താക്കളാണ്. ഇസ്ലാമിലില്ലാത്ത, പ്രമാണങ്ങൾക്ക് യോജിക്കാത്ത പുതുപുത്തൻ കാര്യങ്ങൾ യുക്തിക്കനുസരിച്ച് ഇസ്ലാമിൽ കടത്തിക്കൂട്ടിയ ആളുകൾ. ആ ആളുകളെ ഹബീബ് ഓടിച്ചു വിടും. അവർക്ക് ഹൗലുൽ കൗസർ ഇല്ല എന്നു മാത്രമല്ല, ബിദ്അത്തിന്റെ വക്താക്കളുടെ സൽക്കർമ്മങ്ങളും അധ്വാനങ്ങളും സ്വീകരിക്കപ്പെടില്ല. മാത്രമല്ല, അവർക്ക് തൗബയ്ക്ക് പോലും അവസരമുണ്ടായിരിക്കുകയില്ല. എന്നു മാത്രമല്ല, സൂഉൽ ഖാത്തിമത്ത്, അവസാനം ഈമാൻ ലഭിക്കാത്ത ദുർമരണം അവർ പ്രതീക്ഷിക്കുകയും വേണം. ഈ വസ്തുതകളെല്ലാം സ്വഹീഹായ ഹദീസുകളുടെ വെളിച്ചത്തിൽ കഴിഞ്ഞയാഴ്ച നാം പറഞ്ഞതാണ്. എന്താണ് ദീൻ? എന്താണ് സൽസരണി? ഏതാണ് സിറാത്തുൽ മുസ്തഖീം? ഞാൻ എപ്പോഴും പറയാറുണ്ട്, സാധാരണക്കാരായ ആളുകൾ വല്ലാത്ത ആശയക്കുഴപ്പത്തിലുള്ള ഒരു മേഖലയാണ്, ഒരു സബ്ജക്റ്റാണിത്. എൻ്റെ ഒരു സുഹൃത്ത്, രസികനായ സുഹൃത്ത് പറയാറുണ്ട്, കടന്നാ കുടുങ്ങി റോട്ട് കയറിയതുപോലെ. കടന്നാൽ പ്ലസ് കുടുങ്ങിപ്പോകും, അതാണ് കടന്നാ കുടുങ്ങി. ചില റോഡ് ഉണ്ടാവുമല്ലോ അങ്ങനെ. കാരണം എന്താ? ഇടുങ്ങിയ റോഡ്, ലെഫ്റ്റ് റൈറ്റ്, റൈറ്റ് ലെഫ്റ്റ്, ലെഫ്റ്റ് പിന്നെ റൈറ്റ് ലെഫ്റ്റ്, ലൈറ്റ്, ആകെ റൈറ്റും ലെഫ്റ്റും ആയിട്ട് വലത്തും ഇടത്തും ഒരുപാട് ടേണിങ്ങുകൾ. പരിചയമില്ലാത്ത ഒരാൾ ഈ കടന്നാൽ കുടുങ്ങി റോട്ടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ കുറെ അങ്ങോട്ട് പോയാൽ പിന്നെ ലക്ഷ്യത്തിലെത്തൂല. എവിടുന്നാ വന്നത് അങ്ങോട്ടൊന്ന് തിരിച്ചു പോകണമെന്ന് വിചാരിച്ചാൽ അതിന് നടക്കൂല. ഈ ഒരു അവസ്ഥയാണ് ഈ കമ്മ്യൂണിറ്റിയിലെ ആളുകൾക്ക്, സാധാരണക്കാരായ ആളുകളുടെ അവസ്ഥ അതാണ്. അവിടെ അതാ പറയുന്നു, അത് ശരിയാവുമല്ലോ. ഇവിടെ ഇങ്ങനെ അതാ പറയുന്നു, ഇതും ശരിയാവുമല്ലോ. അപ്പുറത്ത് പറയുന്നത് ആയത്തോതിയിട്ട് അതാണല്ലോ ശരി. അല്ല, ഇവിടെ സ്വഹീഹായ ഹദീസ് ഇതാ. ആകെ ഒരു തരം കൺഫ്യൂഷൻ, എന്താ ചെയ്യാന്നറിയാത്തൊരവസ്ഥ. എന്താ സാധാരണക്കാരായ പാവങ്ങളായ നമ്മൾ എന്തപ്പോൾ ചെയ്യുക? നമുക്ക് എന്താണ് മോചനമാർഗം? നാം പരിശോധിക്കേണ്ടതാണ്.
നിലാവെട്ടത്ത് കോഴിയെ ഇറക്കി വിട്ടതുപോലെ പരിഭ്രമിച്ചിട്ട് കാര്യമില്ല. അള്ളാഹു തന്ന ബുദ്ധി ഉപയോഗപ്പെടുത്തി രക്ഷപ്പെടാൻ നോക്കണം. സിറാത്തുൽ മുസ്തഖീമിന്റെ വക്താക്കളായി ജീവിക്കാൻ അള്ളാഹു പറഞ്ഞു തന്ന യോഗ്യതകൾ കരഗതമാക്കണം. നേരായ വഴിയിൽ അടിയുറച്ച് ജീവിച്ച് മരിക്കാൻ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച അധ്യാപനങ്ങൾ ശിരസാ വഹിക്കണം. എങ്കിൽ രക്ഷപ്പെടൂ. എന്താണ് ദീൻ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ, ആ പുണ്യ നബിയുടെ സച്ചരിതരായ ഖലീഫമാർ കാണിച്ചു തന്ന സംശുദ്ധ വഴികൾ, ഇത് മാത്രമാകുന്നു ദീൻ. പുണ്യ നബിയുടെ സുന്നത്ത്, അതുപോലെ തന്നെ ആ പ്രവാചക തിരുമേനിയുടെ പ്രതിനിധികളായി വന്ന ഖലീഫമാർ ലോകത്ത് നടപ്പിലാക്കിയ സംശുദ്ധ ചര്യകൾ, ഇതുമാത്രമാകുന്നു ദീൻ. വെറും സുന്നത്ത്, വെറും ഹദീസ്, വെറും ഖുർആൻ മാത്രം നോക്കിയാൽ മുസ്ലിം ആകാൻ പറ്റൂല. എന്തുകൊണ്ട്? പുണ്യ ഹബീബിന്റെ വസിയ്യത്തിലുണ്ടല്ലോ, രക്ഷപ്പെടാൻ വിശ്വാസികളെ, മുസ്ലിമീങ്ങളെ ബോധവൽക്കരിച്ച മേഖലയിൽ അവർക്ക് ഉപദേശം കൊടുത്ത ഭാഗത്ത് കാണാമല്ലോ, അലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ. എനിക്ക് ശേഷം ഭൂഗോളത്തിൽ ജീവിക്കുന്ന വിശ്വാസികൾ, എന്റെ വേർപാടിനു ശേഷം ഭൂമിയിൽ താമസിക്കുന്ന മുസ്ലിമീങ്ങൾ, ഫസയറഖ്തിലാഫൻ കസീറാ, ധാരാളം ഭിന്നതകൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ കേൾക്കാനും കാണാനും അവർക്ക് സാധിക്കും. അധികാര മേഖലയിൽ തർക്കം, കർമ്മ മേഖലകളിൽ തർക്കം, വിശ്വാസ കാര്യങ്ങളിൽ തർക്കം, എല്ലാ മേഖലകളിലും തർക്കം കാണുമ്പോ അലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ. എന്റെ ചര്യ മുറുകെ പിടിക്കുക പോരാ. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, സന്മാർഗദീപങ്ങളായ എന്റെ ഖുലഫാക്കളുടെ പരിഷ്കാരങ്ങളും മുറുകെ പിടിക്കുക, അവരുടെ ചര്യകളും മുറുകെ പിടിക്കുക, അണപ്പല്ലുകൊണ്ട് മുറുകെ പിടിച്ചുകൊള്ളുക. ഹബീബിന്റെ ഉപദേശമാണ്. അതുകൊണ്ടു തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഖലീഫമാർ ലോകത്ത് പല വേളകളിലും പല വിഷയങ്ങളിലും പരിഷ്കാരങ്ങൾ വരുത്തിയിരുന്നു. ആരാധനകളിൽ തന്നെ ചില പരിഷ്കാരങ്ങൾ വരുത്തിയിരുന്നു. ഉദാഹരണം പറഞ്ഞല്ലോ, കഴിഞ്ഞയാഴ്ച ഖുതുബയിൽ നടത്തുന്ന തെർലിയത്ത് അവസാനമായി ഉദാഹരണം പറഞ്ഞല്ലോ. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത ലഭിച്ച 10 സ്വഹാബത്തിന്റെ മേലിൽ തെർലിയത്ത്, ഖുലഫാഉർ റാഷിദിന്റെ മേലിൽ തെർലിയത്ത്, അഹ്ലു ബൈത്തിന്റെ മേലിൽ ആലുൻ നബിയുടെ കാര്യത്തിൽ തെർലിയത്ത്. ലം യഫ്അൽഹു നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വലൽ ഖുലഫാഉ ബഅദഹു വലസ് സ്വഹാബത്തു. പുണ്യ നബിയും 4 ഖലീഫമാരും ഒരു സ്വഹാബിയും കാണിക്കാത്ത കീഴ്വഴക്കമാണത്. ഖുതുബയുടെ അവസാനത്തിൽ അമീറുൽ മുഅ്മിനീൻ അവർക്കൊക്കെ വേണ്ടിയിട്ട് തെർലിയത്ത് ചൊല്ലുന്ന രീതി ഒരു സ്വഹാബിയും കാണിച്ചു തന്നിട്ടില്ല. പിന്നാര് കാണിച്ചു? ബൽ ഫഅലഹു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. പ്രസിദ്ധനായ അമവി ഖലീഫയായിരുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളാണത് കാണിച്ചു തന്നത് ലോകത്ത്. പിൽക്കാലത്ത് സ്വഹാബത്തിനൊക്കെ ഒരുപാട് കാലശേഷം മുസ്ലിം ലോകം അത് അംഗീകരിച്ചു. മുസ്ലിം ലോകം അത് സ്വീകരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തു. എല്ലാ ജുമഅയുള്ള പള്ളികളിലും ഈ ഖലീഫയുടെ പുതിയ കീഴ്വഴക്കം നടപ്പിലാക്കപ്പെട്ടു. ആരും തന്നെ ചോദ്യം ചെയ്തില്ല. എന്തേതിന്റെ കാരണം? മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാലം കഴിഞ്ഞ് കർബല വന്നു. ഇസ്ലാമിക ഖിലാഫത്ത് രാജവാഴ്ചയിലേക്ക്, സ്വേച്ഛാധിപത്യത്തിലേക്ക് നീങ്ങിയപ്പോ, നബൂവത്തിന്റെ ഖിലാഫത്ത് ഒരു വഴിക്കും ഭരണത്തിന്റെ ഖിലാഫത്ത് മറ്റൊരു വഴിക്കും വേർപിരിഞ്ഞപ്പോൾ
എന്താ സംഭവിച്ചത്? ആ സമയത്തൊരുപാട് ആഭ്യന്തര കലഹങ്ങളുണ്ടായി. മുസ്ലിമീങ്ങൾക്കിടയിൽ തന്നെ ഭിന്നിപ്പുകൾ ശക്തമായ കാലം. അന്ന് ബനു ഉമയ്യ വിഭാഗം ഖലീഫമാരായി ഭരണം നടത്തുന്ന കാലം. അന്ന് ഖിലാഫത്ത് ഇസ്ലാമിന്റെ ഖിലാഫത്തില്ല, മംലക്കയുടെ ഭരണരംഗത്തുള്ള ഖിലാഫത്ത് മാത്രമേ ഉള്ളൂ. അന്ന് ബനു ഉമയ്യക്കാർ മിമ്പറിൽ കയറി നിന്നുകൊണ്ട് ഖുതുബക്കിടയിൽ മഹാന്മാരായ ഖലീഫമാരെ ചീത്ത പറയുന്ന ഒരു രീതിയുണ്ടായി. ഖലീഫമാരിൽ ചിലരെ വിമർശിക്കാൻ തുടങ്ങി ബനു ഉമയ്യ രാജാക്കന്മാർ. എവിടെ നിന്നിട്ട്? വെള്ളിയാഴ്ച മിമ്പറിൽ നിന്നുകൊണ്ട്. ഈ ഒരു തെറ്റായ കീഴ്വഴക്കം ലോകത്ത് നടന്നപ്പോ ഫലമ്മാ വല്ലൽ ഖിലാഫ, മഹാനായ അമവി ഖലീഫയായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ഖലീഫയായി അധികാരമേറ്റെടുത്തപ്പോൾ അബ്ദല ദാലിക അത്തറളി അൻഹും, ഖലീഫമാരെ ആക്ഷേപിച്ച സ്ഥാനത്ത് തെർലിയത്ത് ചൊല്ലി പതിവാക്കി. അവര് ആക്ഷേപിക്കപ്പെടേണ്ടവരല്ല, വിമർശിക്കപ്പെടേണ്ടവരല്ല. ഖുർആൻ തെളിവ് റളിയല്ലാഹു അൻഹും വറളുവാൻ. ഖുർആൻ തെളിവ് തെർലിയത്താണ് അള്ളാഹു നടത്തിയിട്ടുള്ളത്. അത് മിമ്പറിൽ വെച്ച് സ്ഥാപിച്ചു. ഇന്ന് ലോക മുസ്ലിമീങ്ങൾ അതൊരു നല്ല കീഴ്വഴക്കമായി സ്വീകരിച്ചു പോരുന്നു. പ്രിയമുള്ളവരെ, എന്നാൽ മഹാന്മാരായ ഖലീഫമാരുടെ പരിഷ്കാരങ്ങളെ വിമർശിക്കുന്ന ബിദ്അത്തെന്ന് മുദ്രകുത്തുന്ന, അത് തെറ്റാണെന്ന് ജൽപ്പിക്കുന്ന ഒരു വിഭാഗം ആളുകൾ നമുക്കിടയിൽ തന്നെ, നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. മക്കത്തെ ഉമർ 20 റക്അത്ത് തറാവീഹ് മക്കത്തെ പള്ളിയിൽ നടപ്പിലാക്കിയെങ്കിൽ വെളിയങ്കോട്ടുകാരൻ ഉമർ തൽക്കാലം 8 സ്ഥാപിക്കുന്നത്. ഹും റിജാലുൻ നഹ്നു റിജാലുൻ. അത് ഉസൂലുൽ ഫിഖ്ഹിലുണ്ട്, പണ്ഡിതന്മാർക്കറിയാം. സഹാബത്ത് മനുഷ്യന്മാരാണ്, നമ്മൾ മനുഷ്യന്മാരാ. അത് മുജ്തഹിദീങ്ങൾ പറയുന്ന വാക്കാ. അതെടുത്തു പറഞ്ഞുകൊണ്ട് ജൽപ്പനങ്ങൾ നടത്തിയ ആളുകൾ കേരളം കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ ആളുകൾ സൂക്ഷിക്കണം. ഈമാൻ ഫസാദാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. ഞാനിതിപ്പോൾ ഒരു ക്ലാസ് പോലെ പറഞ്ഞു തരേണ്ട വിഷയം. അത് സംശയമുള്ളവർ ചോദിച്ച് മറുപടി പറഞ്ഞ് അങ്ങനെ പറയേണ്ട ഒരു വിഷയം. അത് ശരിക്കും മനസ്സിലാക്കുക. മഹാന്മാരായ ഖലീഫമാരെ തള്ളുന്ന ആളുകളുണ്ടല്ലോ, അവർ ലോകത്ത് നടപ്പിലാക്കിയ ചര്യകളെ വിമർശിക്കുന്ന, ബിദ്അത്തെന്ന് ആക്ഷേപിക്കുന്ന ആളുകളുണ്ടല്ലോ, അത്തരക്കാർ അല്ലാഹുവിന്റെ ഹബീബിന്റെ വസിയ്യത്ത് അവഗണിച്ചിരിക്കുന്നു. മുത്തുനബിയുടെ വസിയ്യത്ത് മറന്നവരാണവർ, അല്ല അവഗണിച്ചവരും ധിക്കരിച്ചവരുമാണവർ എന്നുള്ള വസ്തുത പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനത്തെ ആളുകൾക്കും ഹൗദുൽ കൗസർ ഇല്ല കേട്ടോ. പുണ്യ ഹബീബിന്റെ ഖലീഫമാരെ ഇകഴ്ത്തിയവർ, അവരുടെ അഭിപ്രായങ്ങളെ, അവരുടെ തിരുചര്യകളെ വിമർശിച്ച ആളുകൾ, അവർക്ക് ഹൗദുൽ കൗസർ ഇല്ല തന്നെ. ആരാ പറഞ്ഞത്? അതും ഹബീബ് പറഞ്ഞിട്ടുണ്ട്. എന്റെ ഹൗദിൻ കരയിൽ ഞാൻ മാത്രമായിരിക്കില്ല ഉണ്ടാവുക, എന്റെ പ്രിയപ്പെട്ട ഖലീഫമാരും എന്റെ ഹൗദിൻ കരയിൽ ഉണ്ടായിരിക്കും. ഹദീസിൽ കാണാം, قال رسول الله صلى الله عليه وسلم إن على حوضي 4 أركان فأول ركن منها في يد أبي بكر والركن الثاني في يد عمر والركن الثالث في يد عثمان والركن الرابع في يد علي رضي الله عنهم أجمعين. അള്ളാന്റെ ഹബീബ് പറഞ്ഞു, ഹൗദുൽ കൗസറിന്റെ അധികാരിയായ ആ ദാഹശമനി സപ്ലൈ ചെയ്യുന്ന മുത്തുനബി പറഞ്ഞു, ഇന്ന അലാ ഹൗദി 4 അർക്കാൻ, എന്റെ ഹൗദുൽ കൗസർ തടാകത്തിന് 4 മൂലകളുണ്ട്. എന്റെ ഹൗദുൽ കൗസർ തടാകത്തിന് 4 മൂലകളുണ്ട്. ഫഅവ്വലു റുക്നിൻ മിൻഹാ, അതിൽ ഒരു മൂലയുടെ അധികാരി ആരാ? ഫീ യദി അബീ ബക്കർ, എന്റെ തോഴനായ വിശ്വാസികളിലെ പ്രധാനിയായ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സാനിയസ്നൈൻ ഇദ് ഹുമാ ഫിൽ ഗാർ ഇദ് യഖൂലു ലി സാഹിബിഹി, പുണ്യ നബിയുടെ സാഹിബായ
സന്തത സഹചാരിയായ ഖുർആൻ അങ്ങനെ വിശേഷിപ്പിച്ച എന്റെ അബൂബക്കറായിരിക്കും എന്റെ തടാകത്തിന്റെ ഒരു മൂല നിയന്ത്രിക്കുന്നത്. കേട്ടോ? എന്റെ തടാകത്തിന്റെ മറ്റൊരു മൂല നിയന്ത്രിക്കുന്നത് ഉമർ എന്ന് പറയുന്ന ധീരനായ എന്റെ അനുയായിയാണ്. എന്റെ തടാകത്തിന്റെ മൂന്നാമത്തെ മൂലയുടെ നിയന്താവ് അധികാരി എന്റെ പ്രിയപ്പെട്ട ഉസ്മാനാണ്, ദിന്നൂറൈനിയാണ്. നാലാമത്തെ മൂല, എന്റെ തടാകത്തിന്റെ നാലാമത്തെ മൂലയുടെ അധികാരി അലിയൻ, എനിക്ക് പ്രിയങ്കരനായ അലിയായിരിക്കും അവിടത്തെ അധികാരി. മനസ്സിലായോ? എന്നിട്ട് എന്താ പറഞ്ഞത്? ഇങ്ങനെ അധികാരികളായി അവരൊക്കെ എന്റെ കൂടെ നിൽക്കുമ്പോ ഇനിയുള്ളത് കേട്ടോളൂ, ഹബീബിന്റെ ഉപദേശം. فمن أحب أبا بكر وأبغض عمر لم يسقه أبو بكر قال رسول الله. ഒരാൾ അബൂബക്കറിനെ സ്നേഹിച്ചു, ഇഷ്ടപ്പെട്ടു. വഅബ്ഗള ഉമറ, ഉമറിനോട് വിരോധം വെച്ചു. ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ ഉണ്ട് തറാവി ഒരു പുതിയ രൂപം ഉണ്ടാക്കി ശരിയായില്ല എന്നും പറഞ്ഞിട്ട് വിമർശിച്ചു. എന്നാൽ ലം യസ്ഖിഹി അബൂബക്കർ, അബൂബക്കറിനെ സ്നേഹിച്ച് അബൂബക്കറിനെ ബഹുമാനിച്ച് അബൂബക്കറിനെ പിന്തുടർന്ന ഒരു മനുഷ്യൻ ഉമറിനോട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസത്തോടുകൂടെ മരിച്ച് മഹ്ശറയിലേക്ക് വന്നാൽ ലം യസ്ഖിഹി അബൂബക്കർ, അബൂബക്കർ കുടിക്കാൻ സമ്മതിക്കൂല. നീ എന്റെ ആളല്ലടോ, എന്നെ വിശ്വസിച്ചത് കൊണ്ടും എന്നെ സ്നേഹിച്ചത് കൊണ്ടും എന്നെ പിൻപറ്റിയത് കൊണ്ടും നീ എന്റെ ആളല്ല. എന്തുകൊണ്ട്? നീ പ്രിയപ്പെട്ട ഉമറിനെ തള്ളിയിരിക്കുന്നു, ഉമറിന്റെ അഭിപ്രായത്തെ നീ പുച്ഛിച്ചിരിക്കുന്നു, പോടാ എന്ന് പറഞ്ഞ് ഒന്നാം ഖലീഫ എറിഞ്ഞോടിക്കുമ്പോ വമൻ അഹബ്ബ ഉമറ വഅബ്ഗള അബൂബക്കർ, ആരെങ്കിലും ഉമറിനെ സ്നേഹിച്ചു, ഉമറിനെ ആദരിച്ചു, അബൂബക്കറിനെ വിമർശിച്ചു, അഭിപ്രായങ്ങൾക്ക് എതിര് പറഞ്ഞു, എന്നാൽ ലം യസ്ഖിഹി ഉമർ, ഉമറുള്ള ഭാഗത്തേക്ക് ആ അധികാരത്തിന്റെ പരിധിയിലേക്ക് ചെല്ലുമ്പോ എന്റെ ആളല്ല നീ ഒന്നാം ഖലീഫയെ മുത്തിന് നബിയുടെ തോഴനെ നീ വിമർശിച്ചിരിക്കുന്നു, പോടാ എന്ന് പറഞ്ഞ് ഉമറുൽ ഫാറൂഖ് തങ്ങളും ഓടിക്കും. ومن أحب عثمان وأبغض عليا لم يسقه عثمان, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ സ്നേഹിച്ചിട്ട് അലിയാരെ കുറ്റം പറഞ്ഞ ആള് തടാകത്തിങ്കലേക്ക് ചെല്ലുമ്പോ ഉസ്മാൻ എന്നവർ ഓടിക്കും, നീ അലിയെ തള്ളിയവരാ. വമൻ അഹബ്ബ അലിയൻ വഅബ്ഗള ഉസ്മാന, അലിയാരോട് പിരിശം വെച്ചിട്ട് ഉസ്മാൻ എന്നവരോട് പുച്ഛം വെച്ച മനുഷ്യൻ മരിച്ചു ചെല്ലുമ്പോ ലം യസ്ഖിഹി അലിയുൻ, അലിയാർ തങ്ങൾ കുടിക്കാൻ സമ്മതിക്കൂല. ലോകത്ത് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ, ഒന്നാം ഖലീഫയായിട്ട് വരേണ്ടിയിരുന്നത് അലിയാരാണ് അല്ലേ? അലിയാരാണ്. അന മദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹ, ഞാൻ വിജ്ഞാനത്തിന്റെ പൂന്തോപ്പാണ്, വിജ്ഞാനത്തിന്റെ അനന്തസാഗരമാണു ഞാൻ, ഈ സാഗരത്തിലേക്കുള്ള എൻട്രൻസ് എന്റെ അലിയാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ കേട്ടിട്ട് ചിലര് എന്ത് തെറ്റിദ്ധരിച്ചു, ഒന്നാം ഖലീഫ ആകാൻ യോഗ്യത അലിയാർക്കാണ്, എന്നിട്ട് മറ്റുള്ള ഖലീഫമാരെ കുറ്റം പറഞ്ഞു. ഇങ്ങനെയുള്ള ആളുകൾ മഹ്ശറയിൽ തടാകത്തിങ്കലേക്ക് ചെല്ലുമ്പോ ലം യസ്ഖിഹി അലിയുൻ, അലിയാര് ഓടിച്ചിട്ട് പറയും, നിങ്ങൾ എന്റെ ആൾക്കാരല്ല, എന്റെ ആൾക്കാരാരാ? മുമ്പുള്ള 3 ഖലീഫമാരെയും അംഗീകരിച്ചവർ മാത്രമാണ് എന്റെ ആളുകൾ. ശീഈസം ലോകത്ത് അതൊരു ബിദ്അത്താണ്. ഖലീഫമാരെ വിമർശിക്കുന്ന, സ്വഹാബികളെ ചീത്ത പറയുന്ന ശീഈസം എന്ന് വെച്ച് എല്ലാ ഇറാനിലുള്ള 100% നരകത്തേക്ക്, ഇറാഖിലെ ഷിയാക്കളായ ആളുകളൊക്കെ നരകം, അങ്ങനെ പറഞ്ഞുകൂടാ. ലോകതലത്തിൽ സുന്നി മുസ്ലിം ഷിയാ മുസ്ലിം അങ്ങനെ 2 ഗ്രൂപ്പാണുള്ളത്. ഈ സുന്നി മുസ്ലിമിൽ എത്ര ഐറ്റംസ് ഉണ്ട് അല്ലേ? മിതവാദികളുണ്ട്, നല്ല ആൾക്കാരുണ്ട് അല്ലെ? നമ്മുടെ നാട്ടിലുള്ള ഈ മുസ്ലിമീങ്ങളൊക്കെ വേൾഡ് കണക്കിൽ സുന്നി മുസ്ലിമാ. ഇതിൽ എത്ര ഐറ്റംസ് ആൾക്കാരുണ്ട്? അപ്പൊ അവിടെ നിന്നിട്ട് അവർ ഷിയാക്കൾ പറയാം സുന്നി മുസ്ലിമീങ്ങളൊക്കെ മുബത്തദീങ്ങളാന്ന് പറഞ്ഞാൽ ശരിയാവോ? ഇതിൽ മുബത്തദീങ്ങളുണ്ട്, സത്യമാണ്. എന്നാൽ മുവഹിദീങ്ങളും ഇല്ല ഈ സുന്നികളിൽ. ഇതുപോലെ ഷിയത്തില് സ്വഹാബിമാരെ ചീത്ത പറയാത്ത, ഖലീഫമാരെ ആദരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. പല ഗ്രൂപ്പാണത്. അതേക്കുറിച്ച് ഇപ്പൊ നമുക്കൊരു ക്ലാസ് എടുക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ നാട്ടിൽ ആ വിഭാഗം ഇല്ല. അതുകൊണ്ട് അപ്പൊ പറഞ്ഞു വരുന്നത് എന്താ?
ഖലീഫമാരെ ആക്ഷേപിക്കുന്നവർ, ഖലീഫമാരുടെ അഭിപ്രായത്തെ പുച്ഛിച്ചു തള്ളുന്നവർ, അവരാണ് യഥാർത്ഥത്തിൽ മുബ്തദിഉകൾ. അവർക്ക് ഒരിക്കലും ഹൗലുൽ കൗസർ ലഭ്യമാവുകയില്ല തന്നെ. ബിദ്അത്ത്. അപ്പൊ ഏതാ സുന്നത്ത്, ഏതാ ദീന്? മുത്ത് റസൂലിന്റെ സരണി. ആ മുത്ത് റസൂലിന്റെ ഖലീഫമാർ ഖുർആനിനും സുന്നത്തിനും അനുസൃതമായിട്ട് കാലാന്തരങ്ങളിൽ ലോകം വികസിക്കുമ്പോൾ കാണിച്ചു തരുന്ന പുത്തന്റെ രീതികൾ, ഇത് ഇസ്ലാമാണ്. ഇത് ഇസ്ലാമിന്റെ ഭാഗമാണ്. എന്തുകൊണ്ട്? ഹബീബ് വഫാത്തിന്റെ മുമ്പ് നടത്തിയ വസിയത്തിൽ പറഞ്ഞു, എന്റെ ഖലീഫമാർ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന സ്പെഷ്യൽ സുന്നത്ത്. അങ്ങനെ തന്നെ പറഞ്ഞത്, അലൈക്കും ബി സുന്നത്തി, എന്റെ സുന്നത്ത്. വ സുന്നത്തി, വാവിട്ട് അത്തുഫ്. നഹ്വ് ഗ്രാമർ പഠിച്ചവർക്കറിയാം, മുഗായറത്തുണ്ട് അവിടെ. അപ്പോ എന്റെ സുന്നത്തിന് അപ്പുറം ഖലീഫമാർ കാണിച്ചു തരുന്ന തിരുചര്യകൾ, ഓരോ കാലം ലോകം വികസിക്കുമ്പോൾ അതിനനുസൃതമായ ഓരോ നൂതന രൂപങ്ങൾ, നൂതനമായ പുതിയ രൂപങ്ങൾ, ബേസിക്കലായിട്ടത് സുന്നത്തിലും ഖുർആനിലുള്ളതാണ്. ഇത് കാണിച്ചു തരുമ്പോൾ അതും നിങ്ങൾ പിടിക്കണം. അപ്പോൾ ഏതാണ് യഥാർത്ഥത്തിൽ ബിദ്അത്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിലില്ലാത്ത, ഖലീഫമാർ കാണിച്ചു തരാത്ത, ഇസ്ലാമിക പ്രമാണങ്ങളോട് യോജിക്കാത്ത പുതിയ കാര്യം ഒരാൾ യുക്തിക്കനുസരിച്ചുണ്ടാക്കുന്നെങ്കിൽ അതിൻ്റെ പേരാണ് പച്ചയായ ബിദ്അത്ത്. എന്ത്? ഒന്നുകൂടെ പറഞ്ഞുതരാം. പ്രവാചകൻ കാണിച്ചു തരാത്ത, അവിടത്തെ ഖലീഫമാർ കാണിച്ചു തരാത്ത, ഇസ്ലാമിക പ്രമാണങ്ങളോട് യോജിക്കാത്ത പുതുപുത്തൻ രീതികൾ ഒരാൾ യുക്തിക്കനുസരിച്ച് പടച്ചുണ്ടാക്കുന്നതിൻ്റെ പേരാണ് ബിദ്അത്ത്. ഉദാഹരണം മലയാള ഖുതുബന്നെ ഒരു ഉദാഹരണം അതെടുക്കാം. മലയാള ഖുതുബ എന്തുകൊണ്ട്? പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം മുതൽക്ക് ലോകത്ത് 1300 വർഷക്കാലം ലോക മുസ്ലിമീങ്ങൾ അറബിയിൽ മാത്രമാണ് ഖുതുബ നിർവഹിച്ചു പോന്നത്. വെള്ളിയാഴ്ച മിമ്പറിൽ കയറി നിന്നുകൊണ്ട് ലോക മുസ്ലിമീങ്ങൾ പുണ്യ റസൂലിന്റെ കാലം തൊട്ട് 1300 വർഷം അറബിയിൽ മാത്രമാണ് ഖുതുബ ഓതിയിരുന്നത്. അതെ, ഒരുപാട് അനറബി രാജ്യങ്ങൾ ഇസ്ലാമിന്റെ വരുതിയിലായി, പേർഷ്യയായി, വിവിധ ഭാഷകൾ സംസാരിക്കുന്ന പ്രദേശങ്ങൾ ഖലീഫമാരുടെ കാലത്ത് ഇസ്ലാമിൻ്റെതായി മാറി. അന്നൊന്നും പ്രാദേശിക ഭാഷയിൽ ഖുതുബ ഓതിയ ഒരൊറ്റ സംഭവവും 1300 വർഷത്തിനിടയിൽ കാണാനില്ല സഹോദരന്മാരെ. 13 നൂറ്റാണ്ടുകൾക്കു ശേഷം, പുണ്യ റസൂലിന്റെ കാലം തൊട്ട് 13 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ ആദ്യമായി ഈ ബിദ്അത്തിന് രൂപം കൊടുത്തത് തുർക്കിക്കാരനായ മുസ്തഫ കമാൽ പാഷ എന്ന മനുഷ്യനാണ്. 1300 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു തുർക്കിക്കാരനാണ് ആദ്യം. നമ്മുടെ കേരളത്തിൽ ആദ്യമായി മലയാള ഖുതുബയുണ്ടായത് 1300 വർഷങ്ങൾക്ക് ശേഷം കൊച്ചിയിലെ പുതിയ പള്ളിയിലായിരുന്നു. ഞാനൊരു വിവാദത്തിനൊന്നും നിൽക്കല്ലോട്ടെ, വിവാദത്തിന്റെ ആളുമല്ല, ഞാൻ വസ്തുത പറയാം. ഇതിനപ്പുറത്ത് ഇൽമുള്ളവർക്ക് പറഞ്ഞു തരാൻ എനിക്ക് ഇപ്പൊ പറയണ്ട, അത് ക്ലാസ് അല്ലല്ലോ, ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞു തന്നാൽ മതി. ദീൻ എന്താ പറയുന്നത്? നമ്മുടെ ഫുഖഹ എന്താ പറയുന്നത്? ഇമാമിങ്ങൾ എന്താണ് പറയുന്നത്? യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. തഫ്സീർ റാസിയിൽ കാണാം, അസ്സിക്റു ഹുവൽ ഖുതുബ. വാങ്ക് ഇപ്പോ രണ്ടാമത്തെ വാങ്കാണല്ലോ നമ്മൾ പരിഗണനീയമായ വാങ്ക്. 2 വാങ്കിന്റെ കഥ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്ഥാപിച്ചാണല്ലോ 2 വാങ്ക്, കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ. ഈ 2ാം വാങ്ക് കേട്ടാല് ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, ദിക്റിലേക്ക് നിങ്ങൾ ഉളരി വരുവീൻ, പെട്ടെന്ന് വരിക. റാസി പറഞ്ഞു അസ്സിക്റു ഹുവൽ ഖുതുബത്തു. ഇത് ഏത് ദിക്റാ? ഈ തസ്ബീഹ് ചൊല്ലുന്ന, നമ്മൾ കൈകൊണ്ട് കണക്കൂട്ടി പിടിക്കുന്നത് അതല്ല. അസ്സിക്റു ഹുവൽ ഖുതുബ, ഇവിടുത്തെ ദിക്ർ അതാ ഖുതുബയാണ്. ലിഅന്നഹു ദിക്റുൻ മഫ്റൂദുൻ, ഇത് വെറുമൊരു പ്രഭാഷണമല്ല, മിമ്പറിൽ നടത്തപ്പെടുന്ന ഖുതുബ വെറുമൊരു പ്രസംഗമല്ല, വെറും ഒരു ദിക്റുമല്ല. ലിഅന്നഹു ദിക്റുൻ മഫ്റൂദുൻ, നിർബന്ധമായ ദിക്റാണ്. നിർബന്ധമായ ദിക്ർ ഏതുപോലെ? കത്തശഹുദി വ തക്ബീറത്തുൽ ഇഹ്റാം, അത്തഹിയാത്ത് പോലെ, തക്ബീറത്തുൽ ഇഹ്റാം പോലെ ഫർളായ ദിക്റാണ്. തക്ബീറത്തുൽ ഇഹ്റാം ഫർളായ ദിക്റല്ലേ? അല്ലേ?
നിസ്കരിക്കാൻ നിയ്യത്ത് വെച്ച് ഖിബലക്ക് മുന്നിട്ട് അല്ലാഹു അക്ബർ എന്നത് ഫർലായ ദിക്റാൻ, അത്തഹിയ്യാത്ത് ഫർലായ ദിക്റാൻ. അതുപോലെ ഫർലായ ദിക്റാണ് ഖുതുബ. ഫയുഷ്തറതു ഫീഹിൽ അറബിയ്യതു, മഹാനായ ഇമാം നവവി ശർഹുൽ മുഹദ്ദബിൽ വ്യക്തമാക്കുന്നു, ഫയുഷ്തറതു ഫീഹിൽ അറബിയ്യതു, ഇത് നിർബന്ധമായ ദിക്റാണ് എന്നതുകൊണ്ട് തന്നെ ഈ ഖുതുബ അറബിയാകൽ നിബന്ധനയുണ്ട്, ഷർത്തുണ്ട്. ഫർലായ ദിക്ർ ട്രാൻസ്ലേഷൻ ചെയ്യാൻ പറ്റൂല. 2 റക്അത്ത് ജുമുഅ നമസ്കാരം, ഫർലായ 2 റക്അത്ത് ജുമുഅ നമസ്കാരം ഇമാമോട് കൂടെ ഖിബലക്ക് മുന്നിട്ട് അല്ലാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു, അല്ലാഹു വലിയവൻ. പറ്റുമോ? പറ്റൂല. പറ്റൂല, വിവർത്തനം പറ്റൂല. എന്തുകൊണ്ട്? ലിഅന്നഹു ദിക്റുൻ മഫ്റൂദുൻ, ഇത് ഫർലായ ദിക്റാണ്. ഫർലായ ദിക്ർ ആരാധനയിൽ മുത്ത് റസൂൽ കാണിച്ചാൽ അങ്ങനെയാണ് ചെയ്തോളണം. അവിടെ നമ്മുടെ യുക്തി കയറ്റാൻ പറ്റൂല. ഇതുപോലെ തന്നെ അത്തഹിയ്യാത്ത് നമസ്കാരത്തിലുള്ള നിർബന്ധമായ ദിക്ർ പോലെ തന്നെയാണ് ഈ ഖുതുബയും. അതുകൊണ്ട് ഫയുഷ്തറതു ഫീഹിൽ അറബിയ്യതു, അറബിയായിരിക്കൽ ഷർത്താണ്. എന്താ തെളിവ്? ഇമാം നവവി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. തെളിവെന്താ? ഇത് പിൽക്കാലത്തുള്ള ചില ജാഹിലീങ്ങൾ ചോദിക്കുമെന്ന് അന്ന് തന്നെ ഇമാം നവവി കണ്ടതുകൊണ്ട് ഇത് പറഞ്ഞതിന്റെ അടിയിൽ പറഞ്ഞു ലിത്തിബാഇ സലഫി വൽ ഖലഫി. ഇമാം നവവി റഹിമഹുല്ല ശർഹുൽ മുഹദ്ദബിൽ ഇത്രയൊക്കെ പറഞ്ഞിട്ട്, ഷർത്താണ്, ഫർലായ ദിക്റാണ് ഒക്കെ പറഞ്ഞിട്ട് പറഞ്ഞു ലിത്തിബാഇ സലഫി വൽ ഖലഫി, മുൻഗാമികളും പിൻഗാമികളും കാണിച്ചു തന്ന വഴി അതാണ്. മുൻഗാമികളാരാ? സ്വഹാബത്ത്, താബിഈങ്ങൾ, തബഉ താബിഈകൾ. പിൽക്കാലത്ത് വന്നാരാ? നല്ല ഇമാമുകൾ, ഇമാം ഷാഫി, അങ്ങനെ തുടങ്ങിയ മുജ്തഹിദീങ്ങളായ ഇമാമികൾ. ഇവരെല്ലാവരും ലോകത്ത് ഉരുണ്ട ഭൂമിയിലെ വിവിധ പ്രദേശങ്ങളിൽ മുസ്ലിമീങ്ങൾ എവിടെ കണ്ടോ അവിടെയൊക്കെ ഇമാമിങ്ങൾ കാണിച്ചെന്നത് അതാണ്. ആദ്യമുള്ളവരും പിറകെ വന്നവരും ലിത്തിബാഇ സലഫി വൽ ഖലഫി. കേട്ടില്ല നിങ്ങൾ? അപ്പൊ ബിദ്അത്ത് ഏതാ? മനസ്സിലായില്ലേ? പ്രിയമുള്ള സഹോദരന്മാരെ, ബിദ്അത്ത് സുന്നത്ത് ചർച്ച നാം നടത്തുമ്പോൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത, അടിസ്ഥാനപരമായി ഖുർആനിലും സുന്നത്തിലുമുള്ള ചില പുതിയ ചടങ്ങുകൾ, ചില പുതിയ പേരുകളിലുള്ള പുതിയ ചടങ്ങുകൾ ബേസിക്കലായി ഖുർആനിലും സുന്നത്തിലും ഉള്ള കാര്യമാണ്. അങ്ങനത്തെ കാര്യങ്ങളെ ബിദ്അത്ത് ആരോപിച്ച് തള്ളിക്കളയാൻ പറ്റൂല. അടിസ്ഥാനപരമായി ഖുർആനിലും സുന്നത്തിലും ഉള്ള ചില പുതിയ കാര്യങ്ങൾ. ഏതുപോലെ നബിദിനം, ആണ്ടുനേർച്ച, ഉറൂസ് മുബാറക്ക്, അടിയന്തരം, ഇങ്ങനെയുള്ള പേരുകൾ ബിദ്അത്താണ്. ഈ ചടങ്ങുകളും ബിദ്അത്താണ്. എന്ന് വെച്ചാൽ പുതിയതാണ്. ഈ പേരുകൾ പുതിയതാണ്, ഈ ചടങ്ങുകളും പുതിയതാണ്. പക്ഷേ പുതിയ പേരുകളിൽ നടത്തപ്പെടുന്ന ഈ പുത്തൻ ചടങ്ങുകളിൽ നടക്കുന്ന കാര്യങ്ങളോ ഖുർആനും ഹദീസും പ്രോത്സാഹിപ്പിച്ച കാര്യങ്ങൾ, ഖുർആനും സുന്നത്തും ഉണർത്തിയ കാര്യങ്ങൾ, കൽപ്പിച്ച കാര്യങ്ങൾ. ഏതാ? ഖുർആൻ പാരായണം, ദിക്ർ ചൊല്ലൽ, സ്വലാത്ത് ചൊല്ലൽ, മഹാന്മാരുടെ പ്രകീർത്തനങ്ങൾ ആലപിക്കുക, മുത്ത് റസൂലിന്റെ സുന്നത്തുകൾ ജനങ്ങൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുക, കൂട്ടുകുടുംബങ്ങൾ ഒരുമിച്ചൊരു വീട്ടിൽ കൂടുക, അന്നം ദാനം നടത്തുക. ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ഖുർആൻ പ്രോത്സാഹിപ്പിച്ചതാണ്. മുത്ത് റസൂൽ ഒരുപാട് പ്രോത്സാഹിപ്പിച്ച കാര്യങ്ങളാണ്. അപ്പൊ പുതിയ പേരിൽ, അടിയന്തരം എന്ന പുതിയ പേരിൽ നടത്തുന്ന പുതിയ ചടങ്ങ്, ആ പുതിയ ചടങ്ങിൽ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾ അന്നദാനമാണ്, ദുആയാണ്, ഖുർആനോത്താണ്, കൂട്ടുകുടുംബങ്ങൾ ഒരു വീട്ടിൽ ഒരുമിച്ച് കൂടലാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? പേര് ബിദ്അത്ത്, ചടങ്ങും ബിദ്അത്ത്. നടക്കുന്ന കാര്യമോ അല്ലാഹുവും റസൂലും പ്രോത്സാഹിപ്പിച്ച കൽപ്പിച്ച കാര്യം.